നമ്മുടെ പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ട ഒരു ജലോത്സവം. ആത്മീയ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തിരുവാതിരക്കാരനെ ആദരിക്കാൻ വേണ്ടി ക്ഷേത്രാചാര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് രൂപാന്തരപ്പെട്ട ഒരു ജലോത്സവം. തീർച്ചയായിട്ടും പമ്പാ നദിയിൽ വളരെ മനോഹരമായി 52 പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നല്ല തരത്തിലുള്ള ഒരു ജലോത്സവമാണ് എല്ലാ വർഷവും. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ജലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യമായി. കഴിഞ്ഞ വർഷം ലേഖനായ കേസായിരുന്നു ഇതിന്റെ പ്രശ്നം. അന്ന് ജലോത്സവ ആവശ്യത്തിനുള്ള സഹായം അഭ്യർത്ഥിച്ചു. അന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ല. കാരണം സാംസ്കാരിക വകുപ്പിന് ജലോത്സവങ്ങൾക്ക്